ലോത്ത് സോദോമിൽ വസിക്കുന്നതിന് മുമ്പ് ഹാമിന്റെ പുത്രനായ കാനാന്യരുടെ സന്തതികൾ സോദോമിലും ഗൊമോറയിലും താമസിച്ചിരുന്നു. സോദോമിയർ ഉൾപ്പെടെയുള്ള കാനാന്യർ ഈ പ്രദേശത്ത് അധിവസിച്ചിരുന്നതായി ബൈബിൾ പരാമർശിക്കുന്നു. ലോത്ത് അബ്രഹാമിന്റെ സഹോദരനായ ഹാരാന്റെ മകനായിരുന്നു. ശാരീരിക രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട 2 ദൂതന്മാർക്ക് ലോത്ത് വിരുന്നൊരുക്കി. ലോത്തിന്റെ കുടുംബത്തോടൊപ്പം ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നത് പോലെ പ്രത്യക്ഷപ്പെട്ടിരിക്കാം. മനുഷ്യരുടെ ആചാരങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും സംശയം ഒഴിവാക്കുന്നതിനുമുള്ള മാർഗമായിരുന്നിരിക്കാം. കാരണം ദൈവദൂതന്മാർക്ക് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാനും ഭക്ഷണം പങ്കിടുന്നതുൾപ്പെടെ വിവിധ രീതികളിൽ മനുഷ്യരുമായി ഇടപഴകാനും കഴിയുമെന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു. സോദോമിലെ പുരുഷന്മാർ ലോത്തിനെ സന്ദർശിച്ചു 2 ദൂതന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവരെ ഏൽപ്പിക്കണമെന്ന് ലോത്തിനോട് ആവശ്യപ്പെട്ടു. ലോത്ത് പരദേശിയായി വന്നു തങ്ങളെ ന്യായം വിധിക്കുകയാണെന്ന് സോദോം നിവാസികൾ പറഞ്ഞു. കാരണം ലോത്തിന്റെ ധാർമ്മിക നിലപാടുകളോടും ദൂതന്മാരെ സംരക്ഷിക്കാനുള്ള ശ്രമത്തോടും അവർ നീരസപ്പെട്ടു. സ്വന്തം ധാർമ്മിക നിലവാരങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പുറംനാട്ടുകാരനായി ലോത്തിനെ കണക്കാക്കി. പുരുഷ സംസർഗം ഉണ്ടായിട്ടില്ലാത്ത 2 പുത്രിമാർ തനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലോത്ത് തന്റെ 2 പെൺമക്കളെ സോദോം നിവാസികൾക്ക് വാഗ്ദാനം ചെയ്തു. തന്റെ 2 പെൺമക്കൾ വിവാഹിതരായിരുന്നിട്ടും പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞത് നുണയായിരുന്നു. ലോത്തിന്റെ വാഗ്ദാനം അതിഥികളെ സംരക്ഷിക്കാനുള്ള തീവ്രശ്രമം ആയിരുന്നു. എന്തായാലും സോദോമിന്റെ അരാജകത്വവും നിരാശയും ഇവിടെ കാണാൻ സാധിക്കും. ദൈവത്തിന്റെ ദൂതന്മാരുടെ മുന്നിൽ ലോത്ത് കള്ളം പറയുന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. ഈ സംഭവം ലോത്തിന്റെ വികലമായ സ്വഭാവത്തെയും നിരാശജനകവുമായ സാഹചര്യങ്ങളിൽ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള ലോത്തിന്റെ സന്നദ്ധതയും നമുക്ക് കാണാൻ സാധിക്കും. ലോത്തിന്റെ പ്രവൃത്തികൾ ദൈവത്തെ പ്രസാദിപ്പിച്ചില്ല. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് തന്റെ ചുറ്റുമുള്ള ദുഷ്ടതയാൽ പീഡിക്കപ്പെട്ട നീതിമാനായ മനുഷ്യനായി വിവരിക്കുന്നു. സോദോമിൽ നിന്ന് ലോത്ത് പോകാൻ മടിച്ചു നിന്ന സാഹചര്യത്തിൽ ദൂതന്മാർക്ക് ലോത്തിനെയും കുടുംബത്തെയും ബലമായി നീക്കം ചെയ്യേണ്ടി വന്നു. ലോത്തിന്റെ ഭാഗത്തെ ഈ വിശ്വാസക്കുറവും നിർണായകമായ പ്രവർത്തനവും ദൈവത്തിന്റെ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടുന്നില്ല. ലോത്തിന്റെ ഭാര്യയുടെ അനുസരണക്കേടും ദുഷ്ടനഗരത്തോടുള്ള ആകർഷണവും ദൈവത്തിന്റെ വിടുതലിലുള്ള വിശ്വാസത്തിന്റെ അഭാവമായി കണക്കാക്കപ്പെടുകയും ശിക്ഷയായി ഉപ്പുതൂണായി മാറുകയും ചെയ്തു. എന്നിരുന്നാലും സോദോമിലെ പാപത്തിനെതിരെ നിലകൊള്ളുന്നതിൽ ലോത്തിന്റെ വിട്ടുവീഴ്ചയും പരാജയവും ആത്യന്തികമായി പെൺമക്കൾ ലോത്തിനെ കുടിപ്പിച്ച് മത്തനാക്കി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ലോത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ആത്മീയ അവസ്ഥയുടെ അനന്തരഫലമാണ് ഈ ദാരുണമായ പരിണിതഫലമായി കാണാൻ സാധിക്കുന്നു. അത് സോദോമിലെ പാപത്തെയും അഴിമതിയെയും ദീർഘകാലമായി തുറന്നു കാട്ടിയതിനാൽ ലോത്ത് സ്വാധീനിക്കപ്പെട്ടിരിക്കാം. ധാർമ്മിക വിട്ടുവീഴ്ചയുടെ അപകടങ്ങളെയും ദുഷ്ടതയിൽ നിന്ന് സ്വയം വേർപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കഥയായി ബൈബിൾ വിവരണം ലോത്തിന്റെ കഥ അവതരിപ്പിക്കുന്നു. നീചമായ ഒരു സംസ്കാരത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതായി പരാമർശിച്ചിരിക്കുന്ന 2-ൽ ഒരാളാണ് ലോത്ത്. മറ്റേയാൾ നോഹയാണ്. ഒരു നീതിമാനായ ദൈവത്തിന്റെ ദാസനും പാപമില്ലാത്തവനായി ബൈബിളിൽ പട്ടികപ്പെടുത്തിയിട്ടില്ല. പഴയ നിയമ പുസ്തകത്തിൽ ലോത്തിനെ നീതിമാൻ എന്ന അബ്രഹാമിന്റെ മധ്യസ്ഥതയിലൂടെയും ദൈവത്തിന്റെ പ്രതികരണത്തിലൂടെയും നീതിയുടെ പരോക്ഷമായ സൂചനയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ നീതിയെ ദുഷ്ടതയുമായി താരതമ്യം ചെയ്യാൻ പൗലോസ് ലോത്തിന്റെ ഉദാഹരണം ഉപയോഗിച്ചു. വാസ്തവത്തിൽ പ്രയാസകരമായ സാഹചര്യങ്ങൾക്കിടയിലും തന്നിൽ ആശ്രയിക്കുകയും തന്നിൽ ശരണം പ്രാപിക്കുകയും കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു.